1962 ഒക്ടോബർ 20 അന്നാണ് എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ചൈനീസ് പട്ടാളം ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറിയത്. സർവ്വസന്നാഹവുമായാണ് ചൈനീസ് പട്ടാളം എത്തിയത്. യുദ്ധത്തിൽ പിന്നോട്ടടിച്ച ഇന്ത്യ തവാങ് പോസ്റ്റുള്ള തങ്ങളുടെ പട്ടാളക്കാർക്ക് പിന്മാറാൻ നിർദ്ദേശം കൊടുത്തു. പക്ഷേ കടന്നൽ കൂടിളകി വരുന്നത് പോലെയുള്ള ശത്രുവിന്റെ മുന്നിൽ പോരാടാൻ ഉറച്ച് രാജ്യസ്നേഹം സിരകളിൽ ആവാഹിച്ച ഒരു ധീരജവാൻ അവിടെ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ 300-ലധികം ചൈനീസ് പട്ടാളക്കാരെ ഒറ്റയ്ക്ക് വധിച്ച ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് 1959 ടിബറ്റ് പ്രക്ഷോഭത്തെ തുടർന്ന് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയെന്ന കാരണം പറഞ്ഞായിരുന്നു ചൈനീസ് കടന്നുകയറ്റം. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ തണുത്തുറഞ്ഞ യുദ്ധഭൂമിയിൽ അന്ന് ജസ്വന്ത് സിംഗിനൊപ്പം മോൺ വിഭാഗത്തിൽപ്പെട്ട 2 പെൺകുട്ടികളും രാജ്യത്തിന് വേണ്ടി പോരാടി. സേലയും നൂറയും. മലമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബങ്കറുകളിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന് നേരെ തുടർച്ചയായ ആക്രമണമുണ്ടായി. മലമുകളിൽ കുറേയേറെ ഇന്ത്യൻ സൈന്യമുണ്ടെന്ന് ചൈനീസ് പട്ടാളത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ജസ്വന്ത് സിംഗ് എന്ന ധീരനും ബുദ്ധിമാനുമായ പട്ടാളക്കാരന് സാധിച്ചു. മലമുകളിലെ ബങ്കറുകളിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധം ചൈനീസ് പട്ടാളത്തിന് ഏറെ നാശനഷ്ടമുണ്ടാക്കി. സർവ്വസന്നാഹവുമായി എത്തിയ ചൈനീസ് പട്ടാളവുമായി നീണ്ട 72 മണിക്കൂർ ജസ്വന്ത് സിംഗും 2 പെൺകുട്ടികളും പോരാടി. അതിനിടെ ജസ്വന്ത് സിംഗിന് മലമുകളിൽ റേഷൻ എത്തിക്കുന്നയാളെ ചൈനീസ് പട്ടാളം പിടികൂടി. മുകളിൽ എത്ര ഇന്ത്യൻ സൈനികരുണ്ട് എന്നായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത്. ഒരൊറ്റ ഇന്ത്യൻ പട്ടാളക്കാരൻ മാത്രമാണ് മുകളിലുള്ളത് എന്ന് അവർ മനസ്സിലാക്കി. അപ്പോഴേക്കും അവരുടെ 300-ലേറെ പട്ടാളക്കാർ ജസ്വന്ത് സിംഗിന്റെ വെടിയേറ്റ് മരിച്ചു വീണിരുന്നു. ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ മാത്രമേ മുകളിലുള്ളൂ എന്നറിഞ്ഞ ചൈനീസ് സൈന്യം മുകളിലേക്ക് ഇരച്ചു കയറി. മുകളിൽ ശക്തമായ ഗ്രനേഡ് ആക്രമണം നടന്നു. സേല കൊല്ലപ്പെട്ടു. നൂറയെ ചൈനീസ് പട്ടാളം പിടിച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജസ്വന്ത് സിംഗ് റാവത്ത് സ്വയം നിറയൊഴിച്ചു. തങ്ങളുടെ 300-ലേറെ പട്ടാളക്കാരുടെ ജീവനെടുത്ത ജസ്വന്ത് സിംഗ് റാവത്തിനോടുള്ള അരിശം തീരാതെ അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് അവർ ചൈനയിലേക്ക് കൊണ്ടുപോയി. നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന പട്ടാളക്കാരന്റെ ചെറുത്തുനിൽപ്പ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തി. ഇന്ത്യക്കാരന്റെ രാജ്യസ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ജസ്വന്ത് സിംഗിനൊപ്പം നിന്ന് പൊരുതിയ സേലയും നൂറയും. അവരോടുള്ള ആദരസൂചകമായി തവാങ്ങിലേക്കുള്ള പാതകൾക്ക് അവരുടെ പേര് നൽകി രാജ്യം ആദരിച്ചു. ശത്രുക്കൾക്ക് പോലും മതിപ്പ് തോന്നിയ പോരാട്ട വീര്യമായിരുന്നു ജസ്വന്ത് സിംഗിൻ്റേത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ചൈന ജസ്വന്ത് സിംഗ് റാവത്തിന്റെ വെങ്കല പ്രതിമയുണ്ടാക്കി അദ്ദേഹത്തിന്റെ തലയോടൊപ്പം ഇന്ത്യക്ക് കൈമാറി. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ നിന്നും 25 കിലോമീറ്റർ അകലെ നുരന്നാഗിൽ ഇന്ത്യൻ ആർമി അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിതു. ചൈന നൽകിയ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചു. ഇന്നും ബാബ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട എല്ലാ ആദരവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹത്തെ പരിചരിക്കാൻ 5 പട്ടാള ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അദ്ദേഹത്തെ പരിചരിക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥർ രാവിലെ 4:30 ചായയും 9 മണിക്ക് പ്രാതലും രാത്രി അത്താഴവും കൃത്യമായി ഒരുക്കുന്നു. എന്നും അദ്ദേഹത്തിന്റെ ഷൂ പോളിഷ് ചെയ്തു വെക്കുന്നു. അദ്ദേഹത്തിന്റെ കിടക്ക വിരിച്ചു വെക്കുന്നു. യൂണിഫോം തയ്യാറാക്കി വെക്കുകയും അദ്ദേഹത്തിന് വരുന്ന കത്തുകൾ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിൽ പിറ്റേന്ന് അവർ ആ കത്തുകൾക്ക് മറുപടി അയക്കുന്നു. ശമ്പളവും അവധിയുമടക്കം ഒരു പട്ടാള ഉദ്യോഗസ്ഥന് നൽകുന്ന എല്ലാ ആദരവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ലീവിന് അപേക്ഷ നൽകും. അദ്ദേഹത്തെ പരിചരിക്കുന്ന ആർമി ഉദ്യോഗസ്ഥർ ജസ്വന്ത് സിംഗിന്റെ ഒരു വലിയ ഛായാചിത്രവും ചുമന്ന് അവിടെ എത്തും. ഫംഗ്ഷൻ കഴിഞ്ഞാൽ അവർ ഛായാചിത്രം ജസ്വന്ത് ഘറിൽ തിരിച്ചെത്തിക്കും. ജസ്വന്ത് ഘർ വഴി പോകുന്ന ഏത് മുതിർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും അവിടെ കയറി അദ്ദേഹത്തിന് സല്യൂട്ട് അടിച്ചേ പോകൂ. അവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ചായയും ലഘുഭക്ഷണവും നൽകാൻ ഇന്ത്യൻ ആർമിയുടെ ഒരു സ്റ്റാൾ ജസ്വന്ത് ഘറിന് അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുമായുള്ള യുദ്ധം നടക്കുമ്പോൾ റൈഫിൾമാനായിരുന്ന ജസ്വന്ത് സിംഗ് റാവത്ത് 8 ഉദ്യോഗക്കയറ്റം ലഭിച്ച് ഇന്ന് മേജർ ജനറലാണ്. അത്രയേറെ ആദരവാണ് ആ ധീരനായ പട്ടാള ഉദ്യോഗസ്ഥന് രാജ്യം നൽകുന്നത്. മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്രം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാജ്യത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയ
ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ രാജ്യസ്നേഹത്തിൻ്റെ ആവേശം പകർന്ന് രാജ്യസ്നേഹം സിരകളിൽ നിറച്ച് ശത്രു സൈന്യത്തോട് പോരാടിയ മരിച്ചിട്ടും മരിക്കാത്ത ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന ധീരദേശാഭിമാനിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.